അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഈ ഹോട്ടലിലേക്കാണ് പോകാൻ പോകുന്നത്. ഇത് 19 വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. ഇത് മൂപ്പര അച്ഛൻ തുടങ്ങി വെച്ചൊരു ഹോട്ടലാണ്. അപ്പോൾ അച്ഛനും മകനക്ക് വിട്ടുകൊടുത്ത്. അപ്പോൾ അത് ഐലൻഡ് ഹോട്ടലാണ്. എല്ലാവർക്കും ഇത് അറിയാം. ഇതുവരെ വീടാണ്. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കല്ലേ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്തി എന്ന് പറയാം. ഇന്നെന്താ വാങ്ങിച്ചേ? കരിമീനാ? കരിമീൻ വാങ്ങിച്ചു അല്ലേ? അടിപൊളിയല്ലേ? ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഹോട്ടലാണ് ഐലൻഡ് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ചെമ്പല്ലിയാണ്. ഇതിപ്പോൾ വില റേറ്റ് ഇപ്പം എത്ര ഉണ്ടാവും? 1 കിലോ തൂക്കത്തിനനുസരിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തിട്ട് 850 ഫ്രൈ ചെയ്യാം അല്ലേ? ഓക്കെ, വില നമുക്ക് പിന്നെ പറയാം. കോലാൻ പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മീനാണ്. കണ്ണന് അങ്ങനെ തന്നെ കൊടുക്കുക, സ്ലൈസ് അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. അതില്ല, നോമ്പിന് മുന്നേ നമ്മളെ നോമ്പ് 30 ദിവസം പോത്തെടുത്ത് കിടക്കില്ല വേണമെങ്കിൽ കോയമ്പത്തൂരിൽ പോയി. അപ്പോൾ 340. എന്താന്ന് മീൻ വറുത്തൊക്കെ വാങ്ങുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? കരിമീനാ പറഞ്ഞിരിക്കുന്നത്. 3 ആള്. എന്നാലും ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം അല്ലേ? യു വിൽ ട്രൈ ടുഡേ ഐലാൻഡ്. ഓക്കെ, താങ്ക് യു. എന്താണ് നിങ്ങളെ അഭിപ്രായമൊക്കെ? ഓക്കെ അല്ലേ? സാർ ഇവിടെ വരലുണ്ട് തോന്നുന്നു. ഇവിടുത്തെ ആളാണ്. മൂപ്പരെ നിങ്ങൾ ക്ഷണിച്ചു കൊടുക്കുന്നത് തോന്നുന്നു. ശരി, ഇവിടെ അടുത്ത് തന്നെ വീട്? പൂക്കർത്തറ. അടുത്ത് തന്നെ. നിങ്ങളത് ഇവിടെ തന്നെ. ഓക്കെ, നമ്മളെ കടത്തി പറ്റുമോ? അടപ്രഥമൻ ഉണ്ടാവാറെന്താണ്? ഗോതമ്പ്, പരിപ്പ്, അങ്ങനെ വെറൈറ്റികളാണ്. അപ്പോൾ ടുഡേ സ്പെഷ്യൽ അടപ്രഥമൻ. വെരി ഗുഡ്. അരപ്പച്ചമീൻ കറി. ഇതോ സോയാബീൻ. ഇതോ ചമ്മന്തി, അച്ചാറ്, മത്തനശ്ശേരി, അവിയൽ. 7 കൂട്ടം എല്ലാ കൂട്ടുകറി. അപ്പോൾ നമ്മൾ ഐലൻഡിലാണ് എല്ലാവരും വരേണ്ടത്. ഐലൻഡാണ്, ചെറക്കൽ അടുത്താണ്. കരിമീൻ. ഓക്കെ, എന്താ പേര്? മജീദ്. എവിടെ നിന്ന് വരണേ? പാറപ്പുറം. ആഴ്ച വരാറുണ്ടോ? ഇവിടുത്തെ ഫുഡ് ഇഷ്ടമായി? ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളെ മജീദ് കാക്ക് ഐലൻഡിലെ ഫുഡ് അടിപൊളി ഇഷ്ടപ്പെട്ടിക്കണ്.
അപ്പോൾ ഇന്ന് മജീദ്ക്ക് എടുത്തത് കരിമീനും ആൻഡ് പിന്നെന്താണ് കോലാനുമാണ്. വെറൈറ്റി. അപ്പോൾ അടിപൊളി മസാലയാണ്. മസാല എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ലക്ഷ്യമാക്കി വരിക ചിറക്കൽ, അത്താണി ചിറക്കൽ അയിലക്കാടിൻ്റെ ഉള്ളിലായിട്ട്. കോലാനാണ് ചേട്ടൻ കഴിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി അല്ലേ? കണ്ണനാണല്ലേ വരാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിലുള്ള മസാല എന്ന് പറഞ്ഞാൽ കായം പരത്തുന്ന സാധനമുണ്ട്. കായം പരത്തുന്ന സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കായം പരത്തുന്ന ഒരു മസാല ഇത് ചേർക്കുന്നത്. വേറൊരു കളറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അത് ഇത് വറുത്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് മറക്കണ്ട. ചിറക്കലാണ്, അത്താണി ഭാഗത്താണ്, മറ്റേ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, അത്താണിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ്, എടപ്പാളിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ്. ഇതാണ് നമ്മളെ ഉസ്താദ്. എന്താ പേര്? ഇത്ര കുറേ കാലമായി ഇവിടെ തുടങ്ങിയിട്ട്? അച്ഛനായിട്ട് തുടങ്ങി 50 വർഷമായിട്ട്. അച്ഛനായിട്ട് തുടങ്ങിയില്ല, 50 വർഷമായിട്ട്. 50 വർഷമാണ്. ഇതാണ് മൂപ്പര് പേരെന്താ? ബാലേട്ടൻ തുടങ്ങി വെച്ച കട മോൻ്റെ കയ്യിലെത്തിക്കുന്നത് 50 വർഷമായി. അപ്പോൾ ഇന്നും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട ഈ സ്പോട്ട് അയിലക്കാട് ചിറക്കൽ ഭാഗത്താണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. തിരക്ക് ചെയ്യട്ടെ. ഒക്കെ മസാല വെച്ച് റെഡിയാക്കി വെച്ചിട്ട് കാളാഞ്ചി, ചെമ്പല്ലി ഒക്കെ ഉണ്ട് ഇതിൽ. നമുക്ക് ഇഷ്ടാനുസരണം ഓരോന്ന് തിരഞ്ഞെടുത്തിട്ട് ഇതാക്കാം. ഇത് കണ്ണൻ സ്ലൈസാക്കി വെച്ചാണ്. ഇത് കണ്ണൻ അങ്ങനെ പൊരിക്കാൻ വെച്ചിരിക്കുന്നത് ആ സ്ലൈസ്. ഇത് മേടിക്കുന്ന അച്ചാറല്ല കേട്ടോ, വീട്ടിൽ അന്നന്ന് ഇടുന്ന പച്ചമാങ്ങ അരിഞ്ഞ് അപ്പോഴേക്കപ്പം ഉണ്ടാക്കുന്ന അച്ചാറാണ്. ഇതിൽ കൂട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ചമ്മന്തി, ഇതും അന്നന്ന് ഉണ്ടാക്കുന്ന തൊട്ടടുത്ത് ചീനമുളക് ചമ്മന്തി, തേങ്ങ അരച്ചിട്ട്, മാങ്ങ തേങ്ങ അല്ലേ? ഓക്കെ. സ്വാമി സാറിന് എന്നാ പോണു സ്വാമിയെ? 7-ാം തീയതി. ഉഷാറാവട്ടെ, പോയി നല്ലതിൽ വരിട്ടാ. അടപ്രഥമനാണ് എന്നിട്ടാ. രസം, അവിയൽ, ഇത് മോര്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ചിറക്കൽ, അത്താണി ചിറക്കലുള്ള അയിലക്കാടിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഐലൻഡ് ഹോട്ടലിലാണ്. 50 വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരും പിന്നെ പുതിയത് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നമ്മളെ കാറ്റൊക്കെ കൊണ്ട് കായലിൻ്റെ പ്രദേശമാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് സന്ദർശിക്കണം. ഓക്കെ, സുഖല്ലേ? എവിടുന്നാ വരുന്നത്? വളാഞ്ചേരി. എന്താ പേര്? റഫീഖ്. മൂപ്പര പേരോ? അഷ്റഫ്. ഇടയ്ക്ക് വരാറുണ്ടല്ലേ? അപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ മെയിനായിട്ട് അല്ലേ? അപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് ഒരു 5-10 പേര് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണിക്കാണ്ടല്ലോ. ഇവർ 5 പേരെ ഇപ്പോൾ കാണിച്ച്, മറ്റവരിവിടെ ഇരിക്കുന്നുണ്ട്, അവരെ കാണിക്കണ്ട. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും വന്നൊന്ന് ട്രൈ ചെയ്യുക. വെൽക്കം. ഇവിടെ എന്തെങ്കിലും പറയണ്ട, ഒന്നും ചെല്ലോ, അടിപൊളിയല്ലേ? കൊണ്ടിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഭാഗത്ത് കൂടെ വരണമെങ്കിൽ കയറുക, ഭക്ഷണം കഴിച്ചു നോക്കുക. പറഞ്ഞാലും അറിയില്ല. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളെ കൂടെ ഇന്നിപ്പോൾ ഈ ചിറക്കൽ ഐലൻഡിൽ നമ്മളെ രാജ്യസഭ MP സുനീൽ സാറ് ഉണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ. എന്താ സാറേ വൈകിയ? കുറച്ച് നേരം വൈകിയല്ലേ? ആ ശരി. അപ്പോൾ തിരക്കിലാവും അല്ലേ? ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടുന്ന് ശരിയാണ് ഇവിടുന്ന്. ഓക്കെ, ഭക്ഷണമൊക്കെ അടിപൊളിയല്ലേ സാറേ? ഓക്കെ, താങ്ക് യു സാർ.
ഓലാനാണ് നിങ്ങളെന്ന് മേടിച്ചത് അല്ലേ? ഇവിടെ വരാറുണ്ട്. ആ ഇവര് പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ സാറിൻ്റെ കൂടെ ഒരു സെൽഫിയാണ് എടുക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ 2 മണിയൊക്കെ ആയി. എന്നിട്ടും നമ്മൾ ഇവിടെ വർക്കൽ കഴിഞ്ഞില്ല. ചേച്ചിമാരിങ്ങനെ പൊരിച്ചിങ്ങനെ ഇടുകയാണ്. പൊരിച്ചിങ്ങനെ ഇടുന്നതനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചടിയും കിച്ചടിയൊക്കെ ഉണ്ടാക്കണ ചേച്ചിയാണ്. ഇത് വറക്കണ ചേച്ചിയാണ്. അടിപൊളിയല്ലേ? പിന്നെ നിങ്ങളൊക്കെ ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അല്ലേ? എവിടെ സ്ഥലം? തലക്കശ്ശേരി, ആരൂര് അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങളോ? കുറ്റിപ്പുറം. ആ ഫുഡ് അടിപൊളി തന്നെ. ഓക്കെ, താങ്ക് യു. ഇന്നിപ്പോൾ ഇവിടെ ഹൈലൻഡിലായി അല്ലേ? ഓക്കെ, താങ്ക് യു. ഭക്ഷണം സാർ തന്നെ അല്ലേ? ഓക്കെ സാർ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടിച്ചില്ല. ഇതൊക്കെ ഉഷാറല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുക. നമ്മൾ ഇങ്ങനെ സീറ്റ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട്. മനസ്സിലായില്ലേ? വെളിയും കൂടി അല്ലേ? നിങ്ങൾ അയിരൂർ? ആ, അവിടെ അടുത്ത്. ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് അല്ലേ? സെറ്റാണ്, ഹൈലൈറ്റ്. അതിലുണ്ട്, മനസ്സും നിറയും. അതാണ് നമ്മളായത്. ഓക്കെ കുട്ടികളെ, നമ്മൾ 12 മണിക്കാണ് നമ്മൾ ചേട്ടനിവിടെ ഇതിന് സ്റ്റാർട്ട് ചെയ്ത് ആൾക്കാരൊക്കെ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മുതലാളി. എന്താണ് മുതലാളിയുടെ പേര്? ഷാജിയേട്ടനാണ് നമ്മളെ ഇതൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾ. ഐലൻഡിലെ സ്വന്തം ആളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഷീജ. ആ, നിങ്ങളേതാ സെക്ഷൻ? ആ, പെങ്ങള. ഒക്കെ കുടുംബക്കാരാണ് കേട്ടാ. പുറത്ത് കായൊന്നും കൊടുക്കില്ല നമ്മളെ ആള്. അപ്പോൾ ഓൾ ഇൻ ഓൺ ആണ് അല്ലേ? എന്താണ്, പൊരിക്കലാണ് അല്ലേ? ആ, വൈഫാണ്. അപ്പോൾ പുറത്ത് കായ് കൊടുക്കണ്ട. അപ്പോൾ പൊരിക്കലും ഇതൊക്കെ തന്നെ. അപ്പോൾ രാവിലെ തുടങ്ങും പരിപാടി അല്ലേ? 12 മണി തൊട്ടിട്ട് ഒരു 3 മണി ലാസ്റ്റ്. പിന്നെ റെസ്റ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് പ്രേമേട്ടനും കൂടിയാണ് ഇവിടുത്തെ ആള്. ഒക്കെ കുടുംബക്കാർ തന്നെയാണ്. അകത്ത് പുറത്ത് ഒന്നും ആരുമില്ല. ഒരാൾ മാത്രമേ പുറത്തുള്ളൂ അല്ലേ? 2 ആൾ പുറത്തുണ്ട്. എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ള 4-5 ആൾക്കാരൊക്കെ അകത്തുള്ളവരാണ്. അപ്പോൾ പ്രേമേട്ടൻ എന്തൊക്കെയാണ്? സുഖമല്ലേ? സന്തോഷം തന്നെ. കുറേ കാലമായപ്പോൾ ഇവിടെ 5-6 വർഷമായി. ആ, ബാക്കിയുള്ളൊക്കെ സുഹൃത്തുക്കളെ, അടപ്രഥമനാണ് ഇന്നത്തെ ദിവസം. ചില ദിവസങ്ങളിൽ വേറെ പായസമാണ്. അപ്പം ഞാൻ പായസം കുടിക്കുകയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും കഴിഞ്ഞ് 3 മണിയായി. ഏകദേശ രൂപങ്ങളൊക്കെ ആയി. മുതലാളി ചോറിനുണ്ട്, വേറെ തൊഴിലാളി ചോറിനുണ്ട്. പിന്നെ ചേച്ചിമാർ കുറച്ച് വർക്കിലാണ്.